ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമീസ് വ്ലോഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടാളും പെട്ടെന്ന് റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് എടുക്കുന്നൊരു വ്ളോഗാണ്. അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും യു എയിൽ മഴയാണ്. എനിക്കൊന്ന് തിങ്കളാഴ്ചയാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ട്രാഫിക്കിലെല്ലാം കുടുങ്ങിയൊരു വ്ളോഗ്. അതിനുശേഷം തിങ്കളാഴ്ച മഴ പെയ്ത് ചൊവ്വാഴ്ച നമ്മൾ വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് വെള്ളം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി 24 ഹവേഴ്സിനുള്ളിൽ തന്നെ വെള്ളം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച, അതായത് ഇന്നലെ വീണ്ടും മഴ പെയ്തു, നല്ല മഴ പെയ്തു ഇന്നലെ. എന്നിട്ട് നമ്മൾ പകൽ പോയി നോക്കിയിട്ടാകുമ്പോൾ എല്ലായിടത്തും വീണ്ടും റോഡിലെല്ലാം ഭയങ്കര വെള്ളമായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായി. അതിനുശേഷം രാത്രി നമ്മൾ പോയി നോക്കുമ്പോഴും നല്ല വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ എണീച്ചിട്ട് നമ്മൾ വീണ്ടും താഴെയിലൊന്ന് പോയി നോക്കി, റോഡിലെല്ലാം പോയി നോക്കിയിട്ടാകുമ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം വെള്ളം എല്ലാം ക്ലിയർ ആയി. 24 ഹവേഴ്സ് ആയിട്ട് അതിന് മുന്നേ തന്നെ ഇല്ല, വെള്ളം മൊത്തം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും മഴ പെയ്തു, അത് നല്ല മഴ പെയ്തു. ആ വെള്ളത്തിൽ കുറച്ചും കൂടി ഇന്നലെ ഉണ്ടായതിനേക്കാളും കുറച്ചും കൂടി വെള്ളം നമ്മൾ ഈ ഏരിയയിലെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം അവർ ക്ലിയർ ആയിരിക്കും. പക്ഷെ നമുക്കിനി ഇന്ന് രാത്രിയും നാളെയും നല്ല മഴയുണ്ടെന്നാണ് നമ്മൾ ഈ വെതറിലെല്ലാം ചെക്ക് ചെയ്തിട്ടാകുമ്പോൾ കണ്ടേ. പിന്നെ യു എ വെതർമാനും നാളെ നല്ല മഴയുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കാണെങ്കിൽ നാളെ ദുബായ്ക്ക് എത്തിയേ പറ്റൂ. ഇന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടാ, അതുകൊണ്ട് നമ്മളെ കാര്യം നടന്നിട്ടാ. ഇന്നലെയും പറ്റിയിട്ടാ, അതുകൊണ്ടും കാര്യം നടന്നിട്ടാ. അപ്പോൾ നമുക്ക് നാളെ ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല, നാളെ നമുക്ക് പോയേ പറ്റൂ. രാവിലെ 9-9:30 ആകുമ്പോഴേക്ക് നമുക്ക് ദുബായിലേക്ക് എത്തിയേ പറ്റൂ നാളെ. അപ്പോൾ ഇവിടെ നിന്നെങ്കിൽ നാളെ പോകുന്നത് നടക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം വണ്ടി ഒന്നാമത് നമ്മുടെ അടുത്തില്ല, മിതോട്ടിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുന്ന് വണ്ടി എടുക്കണം. വണ്ടി എടുത്താൽ തന്നെ റോഡിൽ ഭയങ്കര വെള്ളമാണ്. നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി ഓഫായി പോയിട്ട് ചെയ്തെങ്കിൽ പിന്നെ അത് ഇതിനേക്കാളും വലിയ പണിയാവും. അപ്പം അങ്ങനെ ഭയങ്കര ടെൻഷനിലും കൺഫ്യൂഷനിലാണ് ഉള്ളത്, എന്ത് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എവിടെയും പോകാനില്ലെങ്കിൽ ഭയങ്കര സുഖമായിരുന്നു. മഴ പെയ്താലും നമുക്ക് വീട്ടിനുള്ളിൽ ഇരുന്നാൽ മതിയായിരുന്നു. കാരണം നമ്മളെ വർക്ക് അങ്ങനെയാണ്, നമുക്ക് അതായത് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് എടുക്കാൻ പറ്റുന്ന വർക്കാണ് നമുക്ക്. അതുകൊണ്ട് അത് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് നാളെ അർജൻറ്റായിട്ട് എത്തിയേ പറ്റൂ ദുബായിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി വെറുതെ റിസ്ക് എടുക്കണ്ട, നമുക്ക് എന്തായാലും ഇന്ന് ഇവിടുന്ന് ദുബായിക്ക് പോവാം, എന്നിട്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ദേറ ഭാഗത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം തീരുമാനിച്ചത് ഇപ്പം തന്നെ അങ്ങനെ രണ്ടാളും റെഡിയായെന്ന് വെച്ചാൽ നോർമൽ ഒരു ഡ്രസ്സ് ഇട്ടത്. കാരണം റോഡ് മൊത്തം വെള്ളമാണ്. നമുക്ക് മിതോട്ടിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ടാക്സി കിട്ടുമോയെന്ന് ഒന്നാമത് നമുക്കറിയില്ല. ടാക്സി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പം മിതോട്ടിൻ്റെ അടുത്ത് പോയിട്ട് വണ്ടി എടുത്തിട്ട് അവിടെ നമുക്ക് നേരെ ഹോട്ടലിൽ പോകാം. ബാക്കി ഞാൻ ബാഗിൽ നമുക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ലാപ്ടോപ്പും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇതാണിപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. അയ്യോ, നമ്മൾ നടക്കാനുള്ളൊരു കഷ്ടപ്പാടിലാണ്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ദുബായിൽ, ഹോട്ടൽ റൂം. ഇതിപ്പോ ക്രോസ് ചെയ്ത് പോകാനൊരു വഴി കാണുന്നില്ല. അതായത് കലക്കം വെള്ളമായതുകൊണ്ട് നമ്മൾ ഏല് കാലുകുത്തിയാൽ എവിടെ എത്തുന്നില്ല, ഒരു ഐഡിയ കിട്ടത്തില്ല. അതോ ക്രോസ് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. നമ്മൾ ഇങ്ങനെയല്ലോ കടന്ന് ഇപ്പുറ സൈഡ് എത്തി. നമ്മളെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലേക്ക് കൂടി കടന്ന് ഇപ്പുറ സൈഡ് എത്തി. ഇനി നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് നമ്മളെ മെയിൻ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകാം. അവിടെ കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ അതിൽ നടക്കാമെന്ന് വെച്ചു. ഈ സൈഡിൽ നടന്നെങ്കിൽ നമുക്ക് അറിയില്ല എവിടെയെങ്കിലും ഹോളുണ്ടോ, കാല് വെക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന്. അപ്പോൾ കുറേ വണ്ടിയെല്ലാം വെള്ളത്തിൽ പോയിട്ടേ എല്ലാം ഓഫായി പോയിട്ടുണ്ട്. ഗൈസ്, നമ്മളെ പ്ലാൻ നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മൾ മിതോട്ടിൻ്റെ അടുത്തേക്ക് ഇനി പോകുന്നില്ല, വണ്ടി എടുക്കാൻ പോകുന്നില്ല. കാരണം നമ്മളിപ്പുറ സൈഡ് എത്തിയിട്ട് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് വരുന്നത് ഒരു റിസ്ക് ആയിരിക്കും. അപ്പോൾ തോന്നി വണ്ടി എടുക്കാണ്ട് അല്ലാണ്ട് തന്നെ പോവാം. ടാക്സി ആയിട്ടോ കിട്ടുന്നോ നോക്കാം. ഇപ്പോൾ നമ്മൾ ദുബായി പോകുന്ന സൈഡുണ്ട്, അപ്പോൾ ടാക്സി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ബസ്സൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ടാക്സി കിട്ടും തോന്നുന്നു. നല്ല വെള്ളമുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി എടുത്തെങ്കിൽ എന്തായാലും വണ്ടിക്ക് പണിയാവും. അപ്പോൾ അതിനേക്കാളും അല്ലാണ്ട് എങ്ങനെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ എത്തി, ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. രതിവേട്ടൻ്റെ അടുത്താണ്, അപ്പോൾ രതിവേട്ടൻ്റെ അടുത്ത് പോകണം, ഫുഡ് കഴിക്കണം. എന്നിട്ട് വന്നിട്ട് നാളെ നമുക്ക് രാവിലെ കോൺസുലേറ്റിലാണ് പോകാനുള്ളത്, പാസ്പോർട്ട് കളക്ഷന്. അപ്പോൾ രാവിലെ കോൺസുലേറ്റിൽ പോയിട്ട് പാസ്പോർട്ട് കളക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ തിരിച്ച് ഷാർജയ്ക്ക് തന്നെ പോകും. നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ്സിനും ടാക്സിക്കും കുറേ സമയം വെയിറ്റ് ചെയ്തു. ഒരു ബസ്സും ഒരു ടാക്സിയും വരുന്നില്ല. ടാക്സി ഉണ്ടായിട്ടേ ബസ് വന്നു. ബസ്സിൽ ആദ്യം വന്ന 2 ബസ് ഫുള്ളായിരുന്നു. പിന്നെ വന്ന 2 ബസ് നമ്മുടെ അടുത്ത് നോൾ കാർഡ് ഉണ്ടായിട്ട്, അതുകൊണ്ട് നമുക്ക് ബസ്സിന് കയറാൻ പറ്റിയിട്ട്, ദുബായ് ബസ്സിന്. ഷാർജ ബസ്സാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ക്യാഷ് കൊടുത്താൽ മതിയായിരുന്നു. നമ്മൾ ഷാർജ ബസ്സിന് വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തു, വന്നിട്ടേ ഇല്ല ബസ്. ലാസ്റ്റ് എങ്ങനെയോ നമുക്ക് ഭാഗ്യത്തിനൊരു ടാക്സി കിട്ടി. അങ്ങനെ ആ ടാക്സി കയറി നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് റിഗ്ഗക്ക് തന്നെ വന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നാളെ രാവിലെ മെട്രോയിൽ കോൺസുലേറ്റ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ വീണ്ടും മെട്രോ കാർഡ് എടുക്കേണ്ടി വരും.
വീട്ടുകാർക്കൊന്നും അറിയില്ല അമ്മ വന്നത്, ആർക്കും അറിയില്ല. ഞാൻ വരുമ്പോഴാണ് അശ്വിനിക്ക് പോലും മെസ്സേജ് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മളെ റൂം. ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, ഇവിടെ ഒന്നും അങ്ങനെ വെള്ളമോ അങ്ങനെ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഷാർജയിൽ നമ്മൾ നാളെ പോകുമ്പോഴേക്ക് ക്ലിയർ ആവുമായിരിക്കും. പക്ഷെ ഇന്നും നാളെയും ഭയങ്കര മഴ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്ലീൻ ആവാൻ ചാൻസ് ഇല്ല. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി. ഇന്നലെ നമ്മളിവിടെ എത്തിയിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയി. അപ്പോൾ അതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തില്ല. പുറത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ കിടന്നിറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ, കാറ്റും മഴയും ഇടിയും മിന്നലും ഇടിയും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാത്തത്. എടുക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു, കാരണം വിൻഡോ തുറക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നല്ലോണം ഇടിയും മിന്നലും ഉണ്ടായിന്, കാറ്റും ഉണ്ടായിന് അതേപോലെ. അപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണ്ടേ, എന്തെങ്കിലും ആയിപ്പോയാലോ ഒന്നും. അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടാ. ഇപ്പോൾ സമയം 8:30 ആവാൻ പോകുന്നുണ്ട്. നമ്മൾ രാവിലെ എണീച്ചു, 7-7:15 ആകുമ്പോൾ എണീച്ചു. നമ്മളിപ്പോൾ റെഡിയായി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം പോകണം. നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഇടയിലെ സൂപ്പർ മാർക്കറ്റിൽ എണ്ണ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇക്ക പറഞ്ഞത് നല്ലോണം വെള്ളമുണ്ട്, ഇങ്ങോട്ടേക്ക് വരാതെ നിൽക്കണ്ട, ഇന്ന് ഇവിടെയെങ്കിൽ നിന്നതാണ്. പക്ഷെ നമുക്കിന്ന് പോകണം എന്നുണ്ട് വീട്ടിലേക്ക്. ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, ഇത് ആപ്പിൾ ജ്യൂസ് ആയിരിക്കും, പിന്നെ മുട്ട ഉണ്ട്. ഇത്രയും സാധനമാണുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോകാം. നമ്മളങ്ങനെ വാസി മാളിലെത്തി. ഭയങ്കര സൗണ്ട് ഉണ്ട് ഇവിടെ, കേൾക്കുന്നുണ്ടോ അറിയില്ല. നമ്മൾ നേരെ ആടുന്ന് റിഗേന്ന് പുതിയ മെട്രോ കാർഡ് എടുത്തു നമുക്ക് രണ്ടാൾക്കും. എന്നിട്ട് നമ്മൾ ബുർജുമാൻ പോയിട്ട് ബുർജുമാനിൽ നിന്ന് ഇപ്പോൾ ഹെൽത്ത് കെയർ സിറ്റി ഇറങ്ങി. ഇപ്പോൾ നമ്മൾ വന്നിട്ട് വാഫിയിലേക്ക് നടക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ യൂണിയനിലെത്തി. സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല, ഇവിടെ വെള്ളമെല്ലാം എടുക്കുന്നതിൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ട്. നമ്മൾ പാസ്പോർട്ട് കളക്ട് ചെയ്തത് കൊടുത്തു ഒരാൾക്ക്. പിന്നെ നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് അമ്മേൻ്റെ കുറച്ച് സമാധാനമായി. കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു ചായ കുടിക്കാത്തതിൻ്റെ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നിച്ച് ആപ്പിൾ ജ്യൂസാണ് ഉണ്ടായത്. അവിടെ നമുക്ക് പിന്നെ ചായ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വെച്ചിട്ടില്ല ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ പാസ്പോർട്ട് കൊടുത്തു. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തതാണ്, ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ട്, എന്താക്കും എന്ന് ആലോചിച്ചിട്ട്. കാരണം റൂമിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ നല്ല വെള്ളമുണ്ടെന്നാണ് വിളിച്ചവരെല്ലാം പറഞ്ഞത്. അപ്പോൾ പോകുന്നത് കുറച്ച് മുഷ്കിലായിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാന്ന്. പക്ഷേ അപ്പോഴേക്ക് നമ്മൾ വീണ്ടും വെതറിൻ്റെ ആപ്പ് നോക്കുമ്പോഴേക്ക് വീണ്ടും മഴ കാണിക്കുന്നുണ്ട്. ഇന്നൊരു 8 മണി വരെ അതിൽ മഴ കാണിക്കുന്നുണ്ട്. 8 മണി വരെ അതിൽ മഴ കാണിക്കുന്നുണ്ട്. അപ്പോൾ പോകാൻ പറ്റുമോ എന്നുള്ളത് അതിനേക്കാളും ഡൗട്ട്, വേറെ റൂം എടുത്ത് നിൽക്കണമെന്ന് അതിനേക്കാളും വലിയ ഡൗട്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരിക്കൽ എങ്ങനെയെങ്കിലും വീട്ടിലൊക്കെ എത്തിയാൽ മതിയെന്നേ ഇല്ല. കണ്ട അവിടെ വെള്ളം എടുക്കുന്നുണ്ട്, ഇവിടെ വെള്ളം എടുക്കുന്നുണ്ട്. നല്ല മഴ പിടിച്ചിട്ടുണ്ട്, സ്കൈ ഭയങ്കര ഇരുട്ടാണ്. എങ്ങനെയുണ്ട് ജീവിതം? നമ്മളിപ്പോൾ ദാഫ്സയിലുണ്ട്. നേരത്തെ മറ്റേ ബസ് സ്റ്റേഷനിൽ പോയിട്ട് ഷാർജക്കും അജ്മാനിലേക്കും ബസ് ഉണ്ടോയെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഷാർജക്കും അജ്മാനിലേക്കൊന്നും ബസ്സില്ല എന്ന് പറഞ്ഞു. ആടെ പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ കറങ്ങിത്തിരിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ മെട്രോ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ നേരെ മെട്രോയിൽ ഇങ്ങോട്ടേക്ക് വന്നു. ഫുഡ് കഴിക്കണം, വിശക്കുന്നു. അപ്പോൾ നമ്മളെ സ്ഥിരം റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ദാഫ്സയിൽ വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആലോചിക്കാം എന്താക്കണമെന്ന്. പക്ഷെ രസമുണ്ടല്ലേ, ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ നടക്കുന്നു, കുറേ ഇരിക്കുന്നു, കുറേ വീഡിയോ എടുക്കുന്നു, രസമുണ്ട്. ഇപ്പം നല്ലോണം വിശക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഗൈസ്, നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി. പിന്നെ നമുക്കൊരു ഡെപ്പോസിറ്റും കൂടി ചെയ്യാനുണ്ടായിനി. നമ്മൾ അത് ഇന്ന് തന്നെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ വേറെ റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലെല്ലാം നോക്കി, എടുക്കാൻ തന്നെ വിചാരിച്ചിനി. പിന്നെ തോന്നി ഇന്ന് തന്നെ പോവാന്ന്. കാരണം ഇന്നും ഇനി മഴയുണ്ട്, അപ്പോഴത്തേക്ക് നാളേക്കും വെള്ളം കുറയാൻ ചാൻസ് ഇല്ല. മഴ പക്ഷെ ഇപ്പം പെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഇന്നും കൂടി ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ നാളേക്ക് ഇനി കുറയാൻ ചാൻസ് ഇല്ല വെള്ളം. അപ്പോൾ നാളെ എന്തായാലും പോകണം. അപ്പോൾ എങ്ങാനും നമ്മളെ ബിൽഡിങ്ങിൽ വെള്ളം ഇല്ലാണ്ടോറ്റായെങ്കിൽ പിന്നെ നാളെ നമുക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും. ഇന്നാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വേഗം എത്തിയെങ്കിൽ നമുക്കെല്ലാം ഒന്ന് കുളിച്ചിട്ട് ബാക്കി വെള്ളമെല്ലാം കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. നാളെയാണ് പോകുന്നതെങ്കിൽ നാളെ ഓൾറെഡി വെള്ളം ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഇന്നിപ്പോൾ നമ്മളെ മാനേജറെ വിളിക്കുമ്പോൾ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് റോഡിലും ബിൽഡിങ്ങിൻ്റെതായാലും വെള്ളമുണ്ട്, അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിനൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഈ പാൻറ്റ് ഞാൻ ജീൻസാണ് ഇട്ടിട്ടുള്ളത്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു ഷോർട്സ് അല്ല, ട്രാക്സ് പോലത്തെ ഒരു സാധനമാണ് ഇട്ടത്. അപ്പോൾ എക്കൊന്ന് വീണ്ടും അത് എടുത്തിടാൻ തോന്നി. ഇത് ബാഗ് ചെയ്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കയറ്റി വെക്കാനൊന്നും പറ്റില്ല.
മറ്റേ ട്രാക്സ് ആണെങ്കിൽ മുകളിൽ വരെ കയറ്റി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന വാഷ്റൂമിൽ പോയിട്ട് അത് ഇടാന്ന്. അപ്പോൾ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വാഷ്റൂമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അത് ഇട്ടിട്ട് ടാക്സിയിൽ നമുക്ക് നേരെ അൽനാദ പോവാം. അൽനാദ വരെ എന്തായാലും ടാക്സി പോകും. അവിടെ നമുക്ക് വേറെ വണ്ടി കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് സൈഡിൽ നടന്നിട്ടോ മറ്റേ പോകും. പിന്നെ ഞങ്ങൾ രണ്ടാളും നടക്കാൻ മടിയുള്ള കൂട്ടത്തിലല്ല. രണ്ടാൾക്ക് നടക്കുന്നതിന് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ. പറ്റുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നടക്കാൻ തുടങ്ങി. നടന്നിട്ട് കുറച്ച് ഇപ്പുറം എത്തുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മഴ കിട്ടി. ഗൈസ് പണി കിട്ടി, മഴ വന്നു കേട്ടോ. ഞാൻ ചണ്ടായി. പക്ഷേ ലാപ്ടോപ്പും നമ്മുടെ ബാക്കി എല്ലാ സാധനങ്ങളും സേഫാണ്. നമ്മൾ കവർ വാങ്ങിച്ച് കവറിലിട്ട് സേഫാക്കി വെച്ച്. പക്ഷേ നല്ല വലിയ തുള്ളി. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഒരു നമുക്ക് എത്താൻ പറ്റും. അതെ, ഒരു ഫാർമസിയുടെ അടുത്ത് നിന്നു. മഴ കുറഞ്ഞിട്ടാകുമ്പോൾ തന്നെ ആദ്യം ഇറങ്ങാം. മഴ നനയാനൊരു എങ്ങാനും പനിയിട്ട് വന്നാലോ. ഇപ്പം തുടങ്ങിയത് മഴ. സൈഡിലേ തന്നെ നമ്മൾ നടക്കുന്നുണ്ടായിരുന്നു. നടക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിട്ടാ. ദൈവദൂതനെ പോലെ ഒരുത്തം വന്നു. നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ടാകുമ്പോൾ തന്നെ ഒരു പിക്കപ്പ് വാൻ വന്നിട്ട് നമ്മളെ അതിൽ കയറ്റി. അതുകൊണ്ട് ഭാഗ്യമായി നമ്മൾ സേഫായിട്ട് വീട്ടിലേക്ക് എത്തി. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം ക്ലിയർ ആയിട്ട് ഫുൾ സെറ്റാണ്. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.